ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് ഇൻസൈറ്റ്സ് വിത്ത് ഹുസ്ന. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ ഭാഗമാവുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റിലെ ഗ്രാമർ പോർഷൻസ് ആണ് നമ്മൾ ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അതെല്ലാവരും കണ്ടു കാണും എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. എങ്ങനെയാണ് ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും എന്താണെന്ന് നമ്മൾ നോക്കും. ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുന്നതെന്ന് നമ്മൾ നോക്കും. നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കും. മീനിങ് മാറാതെ എങ്ങനെ ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാം എന്ന് നോക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. 2 സെറ്റായിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾസ് പറയുന്നത്. ആ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് 2 സെറ്റായിട്ട് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് സെറ്റിലെ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. The house is not electrified. The house is not electrified. അടുത്ത എക്സാമ്പിൾ, I have no idea about it. I have no idea about it. ഈ സെൻറ്റൻസിൽ 2 നെഗറ്റീവ് വേർഡ്സ് വന്നിട്ടുണ്ട്. ഒന്ന് നോട്ട്, മറ്റൊന്ന് നോ. അതുകൊണ്ട് തന്നെ ഇവ നെഗറ്റീവ് സെൻറ്റൻസുകളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത സെറ്റ് എക്സാമ്പിൾസ് നോക്കാം. Grandfather rarely smokes a pipe. The maid would hardly clean the garden. He could scarcely control his joy. There are few snakes in the garden. I will seldom pray for you. There is little water in the pond. ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസുകൾ ഒന്നുകൂടെ പറയാം. Grandfather rarely smokes a pipe. The maid would hardly clean the garden. I will seldom pray for you. He could scarcely control his joy. There are few snakes in the garden. There is little water in the pond. ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. എന്താണ് നിങ്ങളുടെ സംശയം എന്നെനിക്ക് മനസ്സിലായി. ആ സെൻറ്റൻസിൽ നമുക്ക് ഡയറക്റ്റായിട്ടൊരു നോട്ടോ നോയോ കാണാൻ സാധിക്കില്ല. പക്ഷേ അതിനകത്ത് ഞാൻ എംഫസൈസ് ചെയ്ത കുറച്ച് വാക്കുകളുണ്ടായിരുന്നു. അതെല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം. റെയർലി, RARELY, റെയർലി. ഹാർഡ്ലി, HARDLY, ഹാർഡ്ലി. സ്കേഴ്സ്ലി, SCARCELY, സ്കേഴ്സ്ലി. സെൽഡം, SELDOM. ഫ്യൂ, FEWLITTLE, ലിറ്റിൽ. ഓക്കെ, റെയർലി, ഹാർഡ്ലി, സെൽഡം, സ്കേഴ്സ്ലി, ഫ്യൂ, ലിറ്റിൽ. ഈ വാക്കുകളൊക്കെയാണ് ആ സെൻറ്റൻസിൽ ഉണ്ടായിരുന്നത്. ഈ വാക്കുകളെല്ലാം തന്നെ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് വേർഡ്സ് ഈ സെൻറ്റൻസുകളിൽ വരികയാണെങ്കിൽ ആ സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് സെൻറ്റൻസിൽ വരുന്ന നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഏതൊക്കെയാണ് ഡയറക്റ്റായിട്ട് വരുന്ന വാക്കുകൾ? നോട്ട്, നോ, നെയ്തർ, നോർ, നൺ. ഇവയെല്ലാം ഡയറക്റ്റായിട്ട് വരുന്ന നെഗറ്റീവ് വേർഡ്സ് ആണ്. നെവറും വരാറുണ്ട്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്ന വാക്കുകളാണ് റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്യൂ, ലിറ്റിൽ. ഇത് രണ്ടും നെഗറ്റീവ് വേർഡ്സും. ഫ്യൂ, ലിറ്റിൽ ഇവ രണ്ടും പോസിറ്റീവ് വേർഡ്സുമാണ്. നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക. ഫ്യൂ, ലിറ്റിൽ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഒന്നുമില്ല എന്നാണ് എൻ്റെ അർത്ഥം.
എ ഫ്യൂ, എ ലിറ്റിൽ എന്നത് പോസിറ്റീവ് വേർഡ്സ് ആണ്, കുറച്ചുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത് തിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുക എന്ന് നോക്കാം. ഇതും 2 സെറ്റ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് മീനിങ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ സെറ്റ് എക്സസൈസ് എന്ന് പറയുന്നത് റീറൈറ്റ് ദ ഫോളോയിങ് അഫർമേറ്റീവ് സെൻറ്റൻസസ് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. അതായത് അർത്ഥം മാറ്റം വരാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു അഫർമേറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാം എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ സെറ്റ് എക്സസൈസ് നോക്കാം. ഏതാണ് ആദ്യത്തേത്? റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം. Most of the students read textbook at home. ഈ സെൻറ്റൻസിൻ്റെ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് നമുക്ക് മനസ്സിലായി. ഈ സെൻറ്റൻസിനെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണം. അതിന് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത കുറച്ച് വാക്കുകളുണ്ടല്ലോ, റെയർലി, ഹാർഡ്ലി, സെൽഡം, സ്കേഴ്സ്ലി. ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ റെയർലി യൂസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റെയർലി റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്സ്. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. ഇതിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് വേർഡ്സിൽ നിന്ന് ഒന്നിനെ എടുത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. ദ ബോയ്സ് ഹാർഡ്ലി ഡു ഡെയറിങ് ടാസ്ക് എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. It rains heavily. It rains heavily. ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ നമുക്ക് ഈ സെൻറ്റൻസിലേക്ക് ഒരു സെൽഡം ആഡ് ചെയ്ത് നോക്കാം. ഇറ്റ് സെൽഡം റെയിൻസ് ഹെവിലി എന്ന് കിട്ടി. ഇനി അടുത്ത എക്സാമ്പിൾ. ദ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ദ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ഇതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് റെയർലി ആഡ് ചെയ്യാം. ദ സ്റ്റുഡൻസ് ഹാവ് റെയർലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ദ സ്റ്റുഡൻസ് ഹാവ് സ്കേഴ്സ്ലി കംപ്ലീറ്റഡ് ദെയർ വർക്ക് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ സെൻറ്റൻസുകളിലെല്ലാം നമ്മൾ മാറ്റം വരുത്തിയപ്പോൾ ഇതിൻ്റെ മീനിങ്ങിലും ചേഞ്ച് വന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ മിക്കവാറും കുട്ടികൾ വീട്ടിൽ പോയി ടെക്സ്റ്റ് വായിക്കുമെന്നാണ് അർത്ഥം. എന്നാൽ നമ്മളതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കിയപ്പോൾ അതിൻ്റെ അർത്ഥം മാറി, നെഗറ്റീവായി മാറി. അതായത് മിക്കവാറും കുട്ടികൾ ടെക്സ്റ്റ് വായിക്കാറില്ല എന്ന അർത്ഥം വരുന്നു. ഓക്കെ. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. അതായത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൺകുട്ടികൾ ചെയ്യാറുണ്ടെന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. പക്ഷേ അതിനെ നെഗറ്റീവ് ആക്കിയപ്പോൾ ചെയ്യാറില്ല എന്ന് നമുക്ക് അർത്ഥം മാറി വന്നു. ഇങ്ങനെയാണ് ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെറ്റ് എക്സസൈസ് എന്താണെന്ന് നോക്കാം. Rewrite the following affirmative sentences into negative sentences without making any change in the meaning or without changing its meaning. മീനിങ് മാറ്റാതെ ഒരു അഫർമേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. ജാക്ക് always agrees to help his friends. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നെവർ ചേർക്കുക. ആ സെൻറ്റൻസിൽ നെവർ ആഡ് ചെയ്യുക. അതിനുശേഷം ഏത് വാക്കാണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. എഗ്രീസ് എന്ന വാക്കാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസ്എഗ്രീസ് എന്ന് എഴുതുക. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വരാതിരിക്കാനാണ്. നമ്മുടെ ആദ്യത്തെ എക്സസൈസിൽ മീനിങ്ങിൽ വ്യത്യാസം വന്നു, പക്ഷേ ഇവിടെ മീനിങ്ങിൽ വ്യത്യാസം വരാൻ പാടില്ല. സോ ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് എന്ന സെൻറ്റൻസിനെ നമ്മൾ ജാക്ക് നെവർ ഡിസ്എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അത് ക്ലിയറായി കാണും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. സ്റ്റെല്ല ഈസ് പ്രെറ്റിയർ ദാൻ മരിയ.
സ്റ്റെല്ല ഈസ് prettier than മരിയ എന്ന സെൻറ്റൻസ് ആണ് നമുക്കുള്ളത്. ഇത് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണം. മാത്രവുമല്ല ഇതിൻ്റെ മീനിങ് മാറാനും പാടില്ല. അപ്പോൾ നമുക്കിവിടെ നെവർ ചേർക്കാം. സ്റ്റെല്ല ഈസ് നെവർ എന്ന് എഴുതിയിട്ട് പ്രെറ്റിയുടെ ഓപ്പോസിറ്റ്, പ്രെറ്റിയറിൻ്റെ ഓപ്പോസിറ്റ് അഗ്ലിയർ, നെവർ അഗ്ലിയർ ദാൻ മരിയ എന്ന് നമുക്ക് കിട്ടി. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹീ ഈസ് വെരി ഇൻഡസ്ട്രിയസ്. ഹീ ഈസ് വെരി ഇൻഡസ്ട്രിയസ്. ഇൻഡസ്ട്രിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിലിജൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്, പരിശ്രമിക്കുന്ന ആൾ എന്നാണ് ഇൻഡസ്ട്രിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് ഇൻഡസ്ട്രിയസിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റണിം യൂസ് ചെയ്യണം. ഇൻഡസ്ട്രിയസിൻ്റെ ആൻറ്റണിമായിട്ട് നമുക്കിവിടെ ലേസി യൂസ് ചെയ്യാം. മാത്രവുമല്ല ഈ സെൻറ്റൻസിൽ നെവറും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഹീ ഈസ് നെവർ ലേസി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസിൽ എഗ്രീസിന് പകരം ഡിസഗ്രീസ് ചേർത്തു, ഓൾവേസിന് പകരം നെവർ ചേർത്തു. അങ്ങനെ ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വന്നിട്ടില്ല. അടുത്ത സെൻറ്റൻസിൽ നമ്മൾ നെവർ ചേർത്തു, അതിനുശേഷം ആ വാക്കിൻ്റെ ഓപ്പോസിറ്റ് ചേർത്തു. മൂന്നാമത്തെ സെൻറ്റൻസിൽ അതുപോലെ തന്നെ സെൻറ്റൻസിന് ഈസിന് ശേഷം നെവർ ചേർത്തു, അതിനുശേഷം ഇൻഡസ്ട്രിയസിൻ്റെ ഓപ്പോസിറ്റായ ലേസി ചേർത്തു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസുമാണ്. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് മീനിങ് തരുന്ന കാര്യം, അതായത് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം. നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ചെയ്യാറില്ല അല്ലെങ്കിൽ വളരെ വിരളമായി ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കാര്യവുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെറ്റ് നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് നോട്ട്, നോ, നെയ്തർ, നോർ, നെവർ, നൺ ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്കൊരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ റെയർലി, സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് വേർഡ്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രവുമല്ല ഫ്യൂ, ലിറ്റിൽ എന്നിവ നെഗറ്റീവ് വേർഡ്സ് ആണെന്ന് നമ്മൾ കൃത്യമായി ഓർത്തിരിക്കുക. എ ഫ്യൂ, എ ലിറ്റിൽ എന്നിവ പോസിറ്റീവ് വേർഡ്സ് ആണെന്നും ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒന്ന് മീനിങ് ചേഞ്ച് ചെയ്യാത്തത്. മീനിങ് ചേഞ്ച് ചെയ്യാത്ത ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പമാണ്. കാരണം ആ സെൻറ്റൻസിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ഓക്സിലറി വെർബിന് ശേഷം ഒരു നെഗറ്റീവ് വേർഡ്, ഫോർ എക്സാമ്പിൾ റെയർലി, സെൽഡം, ഹാർഡ്ലി ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ചെയ്തത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം എന്ന സെൻറ്റൻസിനെ മാറ്റി നമ്മൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റെയർലി റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം എന്ന് നമ്മൾ ആക്കിയത്. രണ്ടാമത്തെ സെറ്റ് എക്സസൈസ് എന്ന് പറയുന്നത് മീനിങ് ചേഞ്ച് ചെയ്യാത്തത്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കും വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് എന്ന് കൊടുത്തിരിക്കും. എന്ന് പറഞ്ഞാൽ മീനിങ് ചേഞ്ച് ചെയ്യരുത് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ നോക്കിയത്. ആദ്യം നമ്മൾ നെവർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഏതാണോ ഒരു വാക്ക് അതിനകത്ത് മെയിൻ വാക്കുള്ളത് ആ വാക്കിനെ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, ജാക്ക് നെവർ ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, ഇനി ഒരു ഫൈനൽ എക്സാമ്പിളും കൂടെ ആ സെറ്റിൽ നോക്കിയ ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഹി ഡ്രൈവ്സ് ഹിസ് കാർ കെയർഫുള്ളി. ഹി ഡ്രൈവ്സ് ഹിസ് കാർ കെയർഫുള്ളി. അവൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നതെന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഈ സെൻറ്റൻസിനെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണം. മാത്രവുമല്ല നമ്മൾ ഇതിൻ്റെ മീനിങ് മാറ്റാനും പാടില്ല. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ആദ്യം നമുക്ക് ഈ സെൻറ്റൻസിലേക്ക് ഒരു നെവറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ എന്ന് വന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് കൊടുക്കാൻ പറ്റുന്ന വാക്കാണ് കെയർഫുള്ളി അല്ലേ. കെയർഫുള്ളിയുടെ ഓപ്പോസിറ്റാണ് കെയർലെസ്ലി. ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ കെയർലെസ്ലി. ശ്രദ്ധിക്കൂ, ഹി ഡ്രൈവ്സ് ഹിസ് കാർ കെയർഫുള്ളി എന്ന സെൻറ്റൻസിനും ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ കെയർലെസ്ലി എന്ന സെൻറ്റൻസിനും ഒരേ അർത്ഥമാണുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് നെവറും മാത്രമല്ല അതിലെ പ്രധാനപ്പെട്ട വാക്കിൻ്റെ തന്നെ ഓപ്പോസിറ്റും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച ഈ യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട വൊക്കാബുലറിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.